മലയാളിയായ ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ബൈജൂസ് ലേണിംഗ് ആപ്പ്. ലോകം മുഴുവനും അങ്ങനെ ബൈജൂസ് ആപ്പ് പെട്ടെന്ന് തന്നെയായിരുന്നു ശ്രദ്ധ നേടുകയും ചെയ്തത്. അത്ര വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ വളർച്ച എന്ന് തന്നെ പറയാം. പലരും ബൈജൂസിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ടിരുന്നു പോലും. മലയാളത്തിലെ മുൻനിര നായകന്മാർ വരെ ബൈജൂസിന്റെ അംബാസിഡർ ആകുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ലയണൽ മെസ്സിയും ഷാറൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തൊരു മലയാളി. അങ്ങനെ ഹാർവേർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ, ഇതൊക്കെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് ബൈജൂസ് ആപ്പിനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നതും കേട്ടിരുന്നതുമെല്ലാം. എന്നാൽ ലയണൽ മെസ്സി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ ലുക്കൌട്ട് നോട്ടീസ് വരെ ഇപ്പോൾ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിൽ തകർച്ചയ്ക്ക് കാരണമായി മാറുകയും ചെയ്തതെന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നിത്യചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയാണ് ബൈജൂസ് നേരിടുന്നതെന്ന്. $22 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ $3 ബില്യൺ കൂപ്പുകുത്തി വീഴുകയും ചെയ്തു. അതായത് 85% നഷ്ടമാണ് ബൈജൂസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബൈജൂസിന്റെ ആരംഭം 2011-ലാണ്. അന്ന് MBA വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ട് തിങ്ക് ആൻഡ് ലേൺ കമ്പനിയാണ് ആരംഭിക്കുന്നത്. ആ കമ്പനി ആരംഭിച്ചത് തങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം വിജയം കണ്ടതോടെയാണ് 2015-ൽ ബൈജൂസ് ദി ലേണിംഗ് ആപ്പ് അങ്ങനെ പിറവിയെടുക്കുകയും ചെയ്തത്. ബോർഡ് എക്സാം തയ്യാറെടുക്കുന്ന കുട്ടികൾ മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള സിലബസുകളെല്ലാം ആ ഒരു ഒറ്റ കുടക്കീഴിൽ എത്തിക്കുന്ന രീതിയിലായിരുന്നു ബൈജൂസ് ആപ്പ് നിലകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ബൈജൂസിന്റെ വളർച്ച തുടങ്ങിയതും. പിന്നീട് അതേ വർഷം പ്രമുഖ സ്ഥാപനമായ സിഖോയ $25 മില്യൺ ബൈജൂസിൽ നിക്ഷേപിച്ചപ്പോൾ 2016-ൽ ചാൻ സക്കർബർഗ് $50 മില്യൺ ആണ് ബൈജൂസിൽ നിക്ഷേപിച്ചത്. കൂടാതെ ബോണ്ട്, സിൽവർ ലേക്ക്, ബ്ലാക്ക് റോക്ക, സാൻസ് ക്യാപിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപകരായി ബൈജൂസിലേക്ക് എത്തുകയും ചെയ്തു. പിന്നാലെ ഷാറൂഖ് ഖാനും മെസ്സിയും എല്ലാം ബ്രാൻഡ് അംബാസിഡർമാരായി എത്തിയതോടെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ബൈജൂസ് അങ്ങനെ എത്തുകയും ആയിരുന്നു. കോവിഡ് കാലത്ത് 2020-ൽ കമ്പനിയുടെ മൂല്യം $22 ബില്യൺ അങ്ങനെ ഉയരുകയും ചെയ്തു. പണം കുമിഞ്ഞുകൂടിയതോടെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവര മാറ്റിമറിക്കുകയും ചെയ്തത്. അങ്ങനെ നഷ്ടത്തിലേക്കാണ് ബൈജൂസ് കൂപ്പുകുത്തി വീണത്. കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാറ്റ് ജൂനിയർ, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ കമ്പനി അങ്ങനെ തകർച്ച ആരംഭിക്കുകയായിരുന്നു. ലോക്ക്ഡൌൺ അവസാനിച്ച് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതെല്ലാം അങ്ങനെ തിരിച്ചടിയായി മാറുകയും ചെയ്തു ബൈജൂസിന്. ഇതിനു പുറമെ US ഫെഡറൽ റിസർവ് ബാങ്ക് നയങ്ങളിൽ വരുത്തിയ മാറ്റം ബൈജൂസിന് ഇരുട്ടടിയാവുകയും ചെയ്തു. അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ അങ്ങനെ പാളുകയും ചെയ്തു. 2022-ൽ ബൈജൂസിനെതിരെ ED നടപടിയും അങ്ങനെ ആരംഭിച്ചു. പിന്നീട് ഫെമ ലംഘന കേസിൽ 900 കോടിയുടെ അഴിമതി ED അങ്ങനെ ബൈജൂസിന്റെ പേരിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി എത്തിയതാണ് ബൈജൂസിന്റെ വീഴ്ചയുടെ ആഴം അങ്ങനെ കൂട്ടുകയും ചെയ്തത്. ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം, IPL, വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ എല്ലാം സ്പോൺസർഷിപ്പ് ബൈജൂസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതെല്ലാം പിന്നീട് പാളിപ്പോവുകയും ചെയ്തു. ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ചെലവ് ചുരുക്കൽ നടപടിയും എല്ലാം വാർത്തകൾ നിറയുകയും ചെയ്തു ബൈജൂസിന്റെ പേരിൽ. ഇപ്പോഴിതാ ബൈജൂസ് കോഴ്സിന് ചേർന്ന നിരവധി പേർക്ക് പണം നഷ്ടമായ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണം നഷ്ടപ്പെട്ട ഒരു കുടുംബം കമ്പനിയുടെ ഓഫീസിൽ കയറി TV എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറൽ ആകുകയും ചെയ്യുന്നത്. എന്തായാലും രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് ഈ ഒരു സംഭവം നടന്നത്. ട്യൂഷൻ വേണ്ടെന്ന് വെച്ച് ഉപയോഗിക്കാത്ത ടാബ്ലറ്റ് തിരികെ നൽകി കുടുംബം റീഫണ്ട് ആവശ്യപ്പെട്ടു. പണം നൽകാമെന്ന് ബൈജൂസ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുമായിരുന്നു. ഇതിൽ കുപിതരായ കുടുംബം ഓഫീസിലെത്തി TV അഴിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പണം നൽകിയാൽ തിരികെ തരാമെന്ന് ജീവനക്കാരോട് പറഞ്ഞാണ് TV അവർ എടുത്തു കൊണ്ടുപോകുന്നതും. 2023 വർഷത്തിൽ ബൈജൂസ് ട്യൂഷൻ സെന്ററിലെ പകുതിയിലേറെ വിദ്യാർത്ഥികളും റീഫണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് ധനകാര്യ മാധ്യമമായ മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2021 നവംബർ 9 മുതൽ 2023 ജൂലൈ 11 വരെ 4,36,025 റീഫണ്ട് കേസുകളാണ് ബൈജൂസിനെതിരെ എത്തിയത്. വിവിധ നിക്ഷേപകരുടെ പരാതിയിൽ ബൈജൂസിനെതിരെ കേന്ദ്ര അന്വേഷണം അങ്ങനെ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ നഷ്ടങ്ങളിൽ നിന്ന് എന്തായാലും ബൈജൂസിന് ഇനി കരകയറാൻ ആകുമോ എന്ന ചോദ്യചിഹ്നവുമാണ് ഇപ്പോൾ ഇവിടെ ഉയരുകയും ചെയ്യുന്നത്.